ചിത്രത്തിന്റെ കഥാസംഗ്രഹം പ്രധാനമായും ചന്ദ്ര എന്ന കഥാപാത്രത്തെയും അവളുടെ രഹസ്യ സ്വഭാവത്തെയും ചുറ്റിപ്പറ്റിയാണ്. ചന്ദ്രയുടെ പശ്ചാത്തലം: കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന ചന്ദ്ര എന്ന യുവതി ബംഗളൂരുവിൽ സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നു. അവൾ രാത്രി ഷിഫ്റ്റുകളിൽ ഒരു കഫേയിൽ ജോലി ചെയ്യുന്നു. രഹസ്യ സ്വഭാവം: ചന്ദ്രയ്ക്ക് ചില അമാനുഷിക ശക്തികളുണ്ട്. ഒരു സമാന്തര കഥയായി പഴയ കേരളീയ ഐതിഹ്യങ്ങളിലെ കള്ളിയങ്കാട്ട് നീലി എന്ന ശക്തിയായ യക്ഷിയുടെ കഥ പറയുന്നു. രാജാവിന്റെ ക്രൂരതകളിൽ നിന്ന് തന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു പ്രത്യേക വൈറസ് ബാധിച്ച് അമാനുഷിക ശക്തികൾ ലഭിച്ച് നീലി ഒരു യക്ഷിയായി വാമ്പയർ സ്വഭാവമുള്ള അമരത്വമുള്ള കഥാപാത്രമായി മാറുന്നതാണ് ഈ ഐതിഹ്യം. ചന്ദ്ര തന്നെയാണ് ആ കള്ളിയങ്കാട്ട് നീലി എന്ന് പിന്നീട് വെളിപ്പെടുത്തുന്നു. പ്രധാന സംഘർഷം: ചന്ദ്രയുടെ അപ്പാർട്ട്മെന്റിന് എതിർവശത്ത് താമസിക്കുന്ന അവളോട് ഇഷ്ടം തോന്നുന്ന സണ്ണി നസ്ലൻ എന്ന യുവാവിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. അവൾ ഒളിപ്പിച്ചു വെച്ച ശക്തികൾ പുറത്തുവരുന്നത് തന്റെ സഹപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവയവക്കടത്ത് സംഘവുമായി ഓർഗൻ ട്രാഫിക്കിംഗ് ഗ്യാങ് ഏറ്റുമുട്ടുമ്പോഴാണ്. വില്ലൻ: അഹങ്കാരിയും സ്ത്രീവിരോധിയുമായ നാച്ചിയപ്പ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡി ചന്ദ്രയുടെ ശത്രുവായി മാറുന്നു. ഇയാൾക്ക് പിന്നീട് സൂപ്പർ പവറുകൾ ലഭിക്കുകയും പ്രധാന വില്ലനായി മാറുകയും ചെയ്യുന്നു. ലോക യൂണിവേഴ്സ്: ചന്ദ്രയുടെ യഥാർത്ഥ സ്വത്വം മൂത്തോൻ മമ്മൂട്ടിയുടെ ശബ്ദം എന്ന ഒരു അദൃശ്യ ശക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് അവൾ ബംഗളൂരുവിലെത്തിയത് എന്നുള്ള കാര്യങ്ങൾ സിനിമയുടെ ഒടുവിൽ വെളിപ്പെടുന്നു. കഥാമാറ്റത്ത് കത്തനാർ പോലുള്ള ഐതിഹ്യങ്ങളുമായി ബന്ധമുള്ള മറ്റ് കഥാപാത്രങ്ങളും ചിത്രത്തിലുണ്ട്. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ചന്ദ്ര ഗരുഡ ഫോഴ്സുമായും നാച്ചിയപ്പയുടെ ആളുകളുമായും ഏറ്റുമുട്ടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ലോക സിനിമാറ്റിക് യൂണിവേഴ്സ് തുടങ്ങുന്നതിന്റെ സൂചനകളോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് തുടങ്ങിയവരുടെ ക്യാമിയോ റോളുകളും ഈ യൂണിവേഴ്സിന്റെ തുടർച്ചയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നു.